നമസ്കാരം. കറിവേപ്പിലേക്ക് സ്വാഗതം. രുചിയോടൊപ്പം ആരോഗ്യവും സംരക്ഷിക്കുന്ന മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു വടയാണ് ഇന്നത്തെ വീഡിയോ. ചെറുപയർ 8-10 മണിക്കൂർ കുതിർത്ത ശേഷം മുളപ്പിച്ചെടുക്കണം. മുളപ്പിച്ച പയറിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഈ മുളപ്പിച്ച പയർ വെച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കിയിരിക്കുന്നത്. അഥവാ എന്തെങ്കിലും കാരണവശാൽ മുളപ്പിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പയറിനെ ഒരു 10 മണിക്കൂറോളം കുതിർത്ത ശേഷം ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള വട ഉണ്ടാക്കാം. ഞാനിവിടെ 2 കപ്പ് മുളപ്പിച്ച ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പയർ മാറ്റി വയ്ക്കണം. ഇത് വേറെ ആവശ്യത്തിനാണത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 ചുമന്ന മുളക് കുതിർത്തത്, ഒരു 5 വെളുത്തുള്ളി അല്ലി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ല മഷി പോലെ അരയണ്ട, ഇതുപോലെ ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ പയറുണ്ടല്ലോ, അതിനെ ഒന്ന് പ്രസ് ചെയ്ത്, ഒരു സ്പൂൺ കൊണ്ടുപോലും ഒന്ന് പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് മിക്സ് ഇടുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1 ടേബിൾ സ്പൂൺ കടലമാവും ചേർക്കുക. മുളപ്പിച്ച പയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം മുളപ്പിച്ച പയറിൽ സാധാ കുതിർത്ത പയറിനേക്കാളിലും 6 ഇരട്ടിയോളം ആൻറ്റി ഓക്സിഡൻസ് കൂടുതലാണ്. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി തരുന്നത് ഈ ആൻറ്റി ഓക്സിഡൻസാണ്. ഈ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട ശേഷം ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ടാലും നല്ലതാണ്. പിന്നെ ഒരു ഇടത്തര സവാള കൊത്തിയരിഞ്ഞതും കൂടി അതിലേക്ക് ഇടാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഒരു നാരങ്ങ വലിപ്പത്തിൽ ഒരു ഉരുളയായിട്ട് ഉള്ളം കയ്യിൽ അല്പം വെള്ളം ഒന്ന് തൊട്ട ശേഷം ഇത് പരത്തിയെടുക്കുക. കട്ടി കൂടി പോയത്, കുറച്ച് തിന്നായിട്ട് വേണം ഇത് പരത്താൻ, എന്നാലേ നമുക്കത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഈ മുളപ്പിച്ച പയറിലാണ് സാധാ നമ്മൾ കുതിർത്ത പയറിനെക്കാട്ടിലും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും പിന്നെ അയൺ, കൂടാതെ omega-3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീൻ, ഫൈബർ ഇതൊക്കെ കൂടുതലായിട്ട് ഉള്ളത്. ഈ ചെറുപയർ മുളപ്പിക്കുന്നത് എങ്ങനെയെന്നും മുളപ്പിച്ച ചെറുപയറിൻ്റെ എല്ലാ ഗുണങ്ങളും പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതുകൂടി കാണുക. ഇതുപോലെ എല്ലാം പരത്തി റെഡിയാക്കി വെക്കുക. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അതിലേക്ക് വെക്കുക. എന്നിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിം കൊടുക്കണം. എണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഇതുപോലെ ഒരു ഈർക്കിലിയോ എല്ലാം ഇട്ടാൽ അതിൽ നിന്ന് കൊമള പോലെ വരുന്ന കാണാം. അങ്ങനെയാണെങ്കിൽ ഇത് ചൂടായെന്ന്, അല്ലെങ്കിൽ ഒരു റിയാക്ഷനും കാണില്ല. ചൂടായ ശേഷം ഇതുപോലെ ഒരു ചട്ടുകത്തിലോ എന്തെങ്കിലും എടുത്തിടുകയോ കൈ കൊണ്ടിടുകയോ ചെയ്യാം. എല്ലാം ഇട്ട ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയത്തിലാക്കണം. മീഡിയം ഫ്ലെയിമിൽ കിടന്ന്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, അകം വേഗത്തുമില്ല. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 1 മിനിറ്റോളം കിടക്കുമ്പോഴേക്കും ഒരു വശം ഒന്ന് റെഡിയായി വരും. ചെറിയൊരു ബ്രൗണിഷ് കളറാകും. അപ്പോഴൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അടുത്ത വശം അതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും സൗകര്യം. ഉണ്ടല്ലോ, ഇപ്പം നല്ല 2 വശവും മുരിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ മറ്റേ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഞാനിത് പൊട്ടിച്ചപ്പോൾ ശബ്ദം കേൾക്കാമായിരുന്നല്ലോ. നമ്മൾ ആ പയർ 2 ടേബിൾ സ്പൂൺ അരയ്ക്കാതെ ഒന്ന് പൊട്ടിച്ചിട്ടല്ലോ, അതാണ് ഈ ക്രിസ്പിനെസ് ഈ വടയ്ക്ക് കൊടുക്കുന്നത് പ്രധാനമായിട്ട്. പിന്നെ അല്ലാതെ തന്നെ അതിനകത്തുള്ള കണ്ടൻറ്റ് ചെറിയ വണ്ണം കുറച്ചായതുകൊണ്ട് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടും. നമ്മൾ ചേർക്കുന്ന കടലമാവും ക്രിസ്പിനെസ് കൊടുക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ആരോഗ്യപരമായിട്ടും ഏറ്റവും ഗുണമുള്ളതാണ്. അഥവാ പയർ മുളപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ സാധാരണ ചെറുപയർ കുതിർത്തും ഉണ്ടാക്കാം. ചെറുപയറിന് വളരെ ഗുണങ്ങളുള്ളതാണ്. പ്രോട്ടീൻ്റെ കലവറയാണ് ചെറുപയർ. പ്രായമായവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റിയൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഒരിക്കൽ കൂടി പറയുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.